നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ഷാൻഷാൻ ചുഴലിക്കാറ്റിൽ ആടിയുലഞ്ഞ് വിമാനം. ജപ്പാനിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ലാൻഡ് ചെയ്യാൻ വിമാനം കഷ്ടപ്പെടുന്നതും കാറ്റിൽ ആടി ഉലയുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കൊടുങ്കാറ്റിൽ വിമാനം ആടി ഉലഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു അടങ്ങുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജപ്പാന്റെ തെക്കേ അറ്റത്തെ പ്രധാന ദ്വീപായ ക്യൂഷുവിലാണ് ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത്. അപകടകരമായ കൊടുങ്കാറ്റാണിത്. ഷാൻഷാൻ ചുഴലിക്കാറ്റിന്റെ പാതയിൽ നിന്ന് 4 ദശലക്ഷം ആളുകളോട് ഒഴിഞ്ഞു മാറാൻ ജപ്പാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജപ്പാൻ തീരത്തോടടുത്ത് ഷാൻഷാൻ ചുഴലിക്കാറ്റ്. കാഗോഷിമയിൽ ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എയർലൈൻ സർവീസുകളെ ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ബാധിക്കും. പരമാവധി ജാഗ്രത വേണമെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാലകൾ, ഉയർന്ന വേലിയേറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പരമാവധി ജാഗ്രത ആവശ്യമാണെന്നും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഷാൻഷാൻ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച അതിശക്തിയോടെ തെക്കൻ ക്യൂഷുവിനെ സമീപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കരയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മണിക്കൂറിൽ 252 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കൊടുങ്കാറ്റിന്റെയും ശക്തമായ മഴയുടെയും പശ്ചാത്തലത്തിൽ ഓട്ടോ ഭീമനായ ടൊയോട്ടോ 14 ഫാക്ടറികളുടെ ഉൽപ്പാദനം നിർത്തിവെച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് അറബിക്കടലിൽ 6 പതിറ്റാണ്ടിനിടെ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്ത്യൻ തീരങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല. സൗരാഷ്ട്ര, കച്ചിന് മുകളിലുള്ള ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെ വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങും. ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങിയതായും ഹുജിൻ ഏകദേശം 60 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ്, നലിയയിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് കിഴക്കും, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് 270 കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കും സ്ഥിതി ചെയ്യുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രൂപം കൊണ്ടാൽ 1964 ശേഷം അറബിക്കടലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായി ഇത് മാറും. ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാൻ നൽകിയ അസ്ന എന്ന പേരാകും ഇതിന് നൽകുന്നത്. മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ്. മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചരിഞ്ഞു കിടക്കുന്നതിനാലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല. തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്ക് കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൗരാഷ്ട്ര, പാകിസ്ഥാൻ തീരങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.